ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞങ്ങളുടെ പുതിയ കിച്ചണിലെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്. ഇത് ചിക്കൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 8 ചിക്കൻ ലെഗ്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. ചിക്കൻ ഡ്രം സ്റ്റിക്ക് 2 രീതിയിൽ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഒന്നിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കി എടുക്കാം, അല്ലെങ്കിൽ സ്പൈസസ് തീരെ ഇല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 പൊട്ടറ്റോ, ഇവിടെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ ലെഗ്സിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പിന്നെ ഈ പൊട്ടറ്റോയും ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ചിക്കൻ ലെഗ്സും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ചിക്കൻ ലെഗ്സിൽ നിന്ന് ഈ ഫ്ലഷ്, ഇതിൻ്റെ മാംസം മാത്രം വിടുവിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഈ ബോണ് കളയരുത് കേട്ടോ, നമുക്ക് ആവശ്യമുള്ളതാണേ. ഇനി ഈ പൊട്ടറ്റോ ഇങ്ങോട്ടേക്ക് ഇടുക കേട്ടോ. ഇത് രണ്ടും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ മിക്സ് ചെയ്യുന്നതിനൊപ്പം ഈ ചിക്കൻ്റെ പീസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം കേട്ടോ. ഇത് നമ്മുടെ ചിക്കനും പൊട്ടറ്റോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ആ ചിക്കൻ മാത്രം മിക്സിയിലൂടെ ചേർന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോയായിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു മിക്സിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാന് അടുപ്പത്ത് ചൂടായിരിപ്പുണ്ടേ. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്ര മതി, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയേ. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ടേ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ്ടേ. ഇനി ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കണേ. ഇതിലൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇനി ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഒന്ന് ബ്രൗൺ നിറായിട്ടുണ്ടേ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മിക്സിനെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചിക്കനും പൊട്ടറ്റോയും ചേർന്ന മിക്സ് അല്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചാലും കുഴപ്പമില്ല, ഇതിന് അങ്ങോട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ച് മിക്സ് ചെയ്യാൻ എളുപ്പത്തിൽ ഇങ്ങോട്ട് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയില കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി മിക്സിന് നേരത്തെ പോലെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രം സ്റ്റിക്കിനുള്ള മിക്സ് റെഡിയാണ്. നമുക്ക് ഫൈനൽ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി അടുത്ത പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ബോണില്ലേ, നേരത്തെ നമ്മൾ മാറ്റി വെച്ച് ആ ചിക്കൻ്റെ ബോൺ എടുക്കാക്കിലേക്ക് ഇതിൽ നിന്ന് ഒരു പിടി ഇങ്ങനെ എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുക. ശരിക്കും ചിക്കൻ ലെഗിൻ്റെ ലുക്ക് കിട്ടത്തക്ക രീതിയിൽ പിടിച്ചു കൊടുക്കാം കേട്ടോ. യെസ്, ഒന്ന്. അപ്പോൾ ഇത് നമ്മൾ 8 ചിക്കൻ ഡ്രം സ്റ്റിക്കും ഇങ്ങനെ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ. ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മുട്ട എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബ്രെഡ് ക്രംസ് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നായിട്ട് എടുക്കുക. ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ബീറ്റ് ചെയ്ത എഗ്ഗിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കട്ടെ. ഇതിനെടുത്ത് നമുക്ക് ഇതാക്കിയിട്ട് കൊടുക്കാം. അടുത്ത അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഒരു സൈഡൊന്ന് ബ്രൗൺ ഓയിലിന് മറിച്ച് കൊടുക്കാം കേട്ടോ.
ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം ശരിക്കും നോക്കണം കേട്ടോ. ഫ്ലെയിം ഒത്തിരി കൂടി പോയാൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഫസ്റ്റ് സെറ്റ് ഓക്കെ ആയിട്ടുണ്ടേ, മാറ്റാൻ പോകാൻ. അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്ത് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. കുറച്ച് സമയത്തെ പരിപാടികളുടെ അവസാനം നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, 8 പീസും അടിപൊളിയൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരെണ്ണം ജസ്റ്റ് ഞാനൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇത്രയും സമയം പാടുപെട്ടതല്ലേ. എടുക്കുക. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പോ ഉപയോഗിക്കണം കേട്ടോ. കെച്ചപ്പോ സോസ് എന്തോന്ന് ഉപയോഗിക്കട്ടോ. കേട്ടോ, റിയലി അമ്മി കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.